അങ്ങനെ ഒഫീഷ്യലി ബിഗ് ബോസിൽ നിന്ന് നമ്മുടെ ജിസേൽ തക്രൽ ഔട്ടായിരിക്കുകയാണ്. ഇത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണല്ലേ നമ്മളെല്ലാവരും. കാരണം ഒരുപാട് ആൾക്കാർ ജിസേലിനെക്കാട്ടിലും ഗെയിം കളിക്കാത്ത ഒരുപാട് ആൾക്കാർ സ്റ്റിൽ അവിടെ നിൽക്കുമ്പം ജിസേലിനെ പോലൊരു കണ്ടസ്റ്റൻ്റ് ഔട്ടായതിൽ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒറ്റയ്ക്കൊരു ഗെയിമറാണെന്ന് ചോദിച്ചാൽ അല്ലാതാനും ഒരുപാട് പേരെ കൂട്ടുനിർത്തി അവരെ സ്വയം സെൽഫ് അനലൈസ് ചെയ്ത് ബാക്കൗട്ട് ചെയ്തപ്പം ഗെയിം അവിടെ തീർന്നു പോയ ഒരാളും കൂടിയാണ് ജിസേൽ. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ നോക്കുമ്പോൾ ജിസേൽ പോകാനുള്ള ടൈമായി. പക്ഷേ മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പം ജിസേലിൻ്റെ എവിക്ഷൻ ഒരു അൺഫെയർ ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് 7 അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓർക്കുമ്പം ഓർമ്മയിലെത്തുന്ന ഒരു 3-4-5 കണ്ടസ്റ്റൻറ്റിൽ ഒരാളായിരിക്കും ഫ്യൂച്ചറിൽ ജിസേൽ തക്രാൽ. നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല. എന്തൊക്കെയോ കുറേ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കൊടുത്ത് കുറേ ആൾക്കാരെ കൂടെ നിർത്തി എന്തൊക്കെയോ ജിസേലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ജിസേലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി നമ്മൾ ജിസേലിന് അത്ര പെട്ടെന്ന് മറക്കത്തൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് പറഞ്ഞേക്ക്.